ഹായ്, ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 നടന്ന LDC എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് നടന്നിട്ടുള്ള എക്സാം ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഇവിടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 840 രൂപയാണ്. വിറ്റ വില എന്ന് പറയുന്നത് എത്രയാണ്? 714 രൂപയാണ്. അപ്പൊ ഇവിടെ ഡിസ്കൗണ്ട് എത്രയാണ്? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. 840 മൈനസ് 714 എന്ന് പറയുന്നത് എത്രയാണ്? 126. എത്രയിൽ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുത്തത്? 840 നിന്ന്, അതായത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെന്റേജ് ആവും അല്ലെ. അപ്പൊ 126നെയും 840നെയും നമുക്ക് എന്തുകൊണ്ട് വെട്ടാം? 42 കൊണ്ട് വെട്ടാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഞാൻ 42 കൊണ്ട് വെട്ടുകയാണ്. ഇവിടെ എന്ത് വരും? 3 കിട്ടും. ഇവിടെ എന്ത് വരും? 20 വരും. 20ഉം 100ഉം തമ്മിൽ വെട്ടുന്നു 5 തവണ. 3 ഇൻറ്റു 5 15% എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. 11 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 66 ആണ്. ഒരു സംഖ്യ കൂടി വന്നപ്പോൾ, അതായത് 12 സംഖ്യ ആയപ്പോഴത്തേക്ക് ശരാശരി എന്ന് പറയുന്നത് 72 ആയി. അങ്ങനെയെങ്കിൽ ആ വന്ന സംഖ്യ ഏത്, ചേർത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം. എടാ, ആവറേജ് എന്ന് പറഞ്ഞാൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഈ 11 സംഖ്യകളും 66 ആണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എല്ലാവർക്കും 66 വീതം കൊടുത്തു, അതാണ് ആവറേജ് 66 എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ സപ്പോസ് ഈ 12ാമത്തെ സംഖ്യ എന്ന് പറയുന്നതും 66 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആവറേജിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല. പക്ഷെ ഇവിടെ എന്താണ്? ആവറേജിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. 6 കൂടുകയാണ് ചെയ്തത്. അതായത് ഈ 12ാമത്തെ ആൾ എന്ന് പറയുന്നത് 66നേക്കാൾ എന്തായാലും കൂടുതലാണ്. ഓക്കെ, അപ്പൊ ആ വന്ന ആളിന്റെ ആ സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു. 12ാമത് വന്ന സംഖ്യയും 66 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആവറേജിൽ ചേഞ്ച് ഒന്നും വരില്ല. അപ്പൊ എന്തായാലും 66നേക്കാൾ കൂടുതലാണ്. അപ്പൊ 66 പ്ലസ് എത്ര കൂടുതലാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആവറേജിൽ വന്ന ചേഞ്ച് ഇൻറ്റു ടോട്ടൽ എത്ര സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ആളുകളാണെങ്കിൽ എത്ര ആളുകളുണ്ട് എന്ന് ചെയ്താൽ മതി. 12. അപ്പൊ ആൻസർ എന്ത് വരും? 66 പ്ലസ് 72 ദാറ്റ്സ് ഈക്വൽ ടു 138. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എ ഒരു ജോലി എത്ര ദിവസം എടുക്കുന്നു? 20 ദിവസം കൊണ്ട് ചെയ്യുന്നു. എയും ബിയും കൂടി അതേ ജോലി പൂർത്തീകരിക്കാനായിട്ട് എത്ര ദിവസം എടുക്കുന്നു? 12 ദിവസം എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ബി മാത്രമായിട്ട് ആ ജോലി ചെയ്തു തീർക്കുവാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 20 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 20 മൈനസ് 12 ചെയ്താൽ ആൻസർ ആയി അല്ലെ. 2, 3, 10, 10 ഇൻറ്റു 3 30 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഈ ഇക്വേഷൻ എന്താണ്? ഇപ്പോ എ ഒരു ജോലി x ദിവസം കൊണ്ടും എയും ബിയും കൂടെ അതേ ജോലി y ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എന്നുണ്ടെങ്കിൽ ബി മാത്രമായിട്ട് ആ ജോലി ചെയ്തു തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? xy ഡിവൈഡഡ് ബൈ y മൈനസ് x ആണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ള കേസിൽ നമ്മൾ എന്താണ് ഇക്വേഷൻസ് യൂസ് ചെയ്യുക. 2ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ച് ചെയ്യുക. ഓക്കെ, അതായിരിക്കും കൂടുതൽ ടൈം എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സമവാക്യത്തിൽ കെയുടെ വില എത്ര? എടാ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലായിടത്തും ബേസ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലെ. ബേസ് 2 ആണ്.
എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? എ റൈസ് ടു എം പ്ലസ് എൻ ആണ് അല്ലെ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ. അതായത് ഇവിടത്തെ ഈ കെ പ്ലസ് ഒന്നിന്റെ വാല്യൂ ഈ 5ഉം കൂടെ കൂട്ടുമ്പോൾ 7 വരണം. കെ പ്ലസ് 1 പ്ലസ് 5 ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടണം. അതായത് കെ പ്ലസ് 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 മൈനസ് 6 ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഇവിടെ 2 വരും, 2 പ്ലസ് 5 7 വരും. അപ്പം കെ പ്ലസ് 1ന്റെ വാല്യൂ 2 എന്ന് കിട്ടും. 2 എന്ന് കിട്ടിയാൽ എന്താണ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 എന്ന് എഴുതാൻ എല്ലാവരെ കൊണ്ട് പറ്റും. എളുപ്പമല്ലേ? അടുത്ത ചോദ്യം. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്ന വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരും? എന്താണ്? M1 D1 is equal to M2 D2. അത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആൻസർ കിട്ടും അല്ലെ. നമുക്കിവിടെ മണിക്കൂറും മിനിറ്റും കൂടെ തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്താ മിനിറ്റിലേക്ക് കൺവെർട്ട് ചെയ്ത് ചെയ്യാം. കാരണം എന്താ ഓപ്ഷനിലെല്ലാം മിനിറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ മിനിറ്റിലേക്ക് കൺവെർട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ 60 പ്ലസ് 30 90 മിനിറ്റ്. എത്ര പൈപ്പ്? 3 പൈപ്പുകൾ. അടുത്ത എന്താണ്? 2 പൈപ്പുകൾ ഉപയോഗിക്കുന്ന വഴി എത്ര മിനിറ്റ് കൊണ്ട് എടുക്കും? ഇവിടെ മിനിറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇൻറ്റു 2. അതായത് മിനിറ്റ് എത്ര എടുക്കും എന്നുള്ളതിന് 90 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പോരെ. അപ്പം 45 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാ? 135 മിനിറ്റ്. 135 മിനിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷനിലില്ല. പകരം 2 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കാരണം എന്താ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേടാ. അപ്പൊ 120 ആവുമ്പോഴത്തേക്ക് 2 മണിക്കൂറായി. 120 ആവുമ്പോഴത്തേക്ക് 2 മണിക്കൂറായി. ബാക്കി വരുന്ന എത്രയാണ്? 15 മിനിറ്റ് ആണ്. അപ്പൊ 2 മണിക്കൂർ 15 മിനിറ്റ് എന്ന് കിട്ടും. അടുത്ത ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5 അക്ക സംഖ്യയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ഡിജിറ്റുകളുടെ സം അങ്ങ് എടുത്ത് നോക്കണം. ഓക്കെ, ഡിജിറ്റിന്റെ സം എടുത്ത് നോക്കണം. അതിനുശേഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഡിജിറ്റ് സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 2 7 6 13 3 16 1 17 എന്ന് കിട്ടും. ഇവിടെ എന്താണ്? 5 2 7 1 8 8 6 14 3 17. ഇവിടെ എന്ത് വരും? 3 3 6 4 10 10 4 14 15 16 എന്നാണ് വരുന്നത്. ഇവിടെ നോക്കുക, 3 4 3 7 7 4 11 11 2 13 4 17. അപ്പൊ എന്താ? 3 17 സം വരുന്നുണ്ട്, 1 16 വരുന്നുണ്ട്. അപ്പൊ ഒറ്റയാൻ എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വരും? ആദ്യമേ വടക്കോട്ടാണ് സഞ്ചരിക്കുന്ന. ഒരു റൈറ്റ് എടുത്തു, ഒരു വലത്തോട്ട് പോയി, വീണ്ടും ഒരു റൈറ്റും കൂടെ എടുത്തു അല്ലെ. അതായത് 2 റൈറ്റ് എടുത്തു, മീൻസ് 180 ഡിഗ്രി തിരിഞ്ഞു. വടക്കിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് തെക്ക് എന്ന് നമുക്ക് ചെയ്യാം. ഇതാണ് ഇത് ചെയ്യുന്ന ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് PSC പരീക്ഷയ്ക്ക് മിക്കവരും പഠിച്ചിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ വരച്ച് ചെയ്യുന്നതായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് വരച്ച് തന്നെ ചെയ്ത് നോക്കാം. എന്ത് വരും? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു രാജു 8 കിലോമീറ്റർ വടക്കോട്ട് പോയി. 8 കിലോമീറ്റർ വടക്കോട്ട് പോയി. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്തു. എന്നിട്ട് എന്താ പറയുന്നേ? വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്തു.
ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? രാജു ഏത് ദിശയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്? താഴോട്ടാണ് അല്ലെ? താഴോട്ട് എന്ന് പറയുമ്പോൾ തെക്കിലോട്ടാണ് രാജു പൊക്കോണ്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ നാലാമത്തെ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 4ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3 ആണ്. 7ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5 ആണ്. ഇവിടെ 3, 5, അപ്പൊ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 7 ആയിരിക്കും. 12 + 7 19 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവിഷൻ എന്ന ചിഹ്നത്തെയും ഡി ഗുണനം എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18A, 12C, 6D, 2B, 5 എത്ര സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഈ ചിഹ്നം അതുപോലെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ആവും. നമുക്ക് നോക്കാം. 18, എ എന്ന് പറഞ്ഞാൽ അഡിഷൻ 12, സി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ 6, ഡി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ബി എന്ന് പറഞ്ഞാൽ മൈനസ്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ബോൾട്ട്മാസ് റൂൾ ഓർത്തിരിക്കുക. ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 12 / 6 ചെയ്യണം. 12 / 6 എന്ന് പറയുന്നത് 2, 2 × 2 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അപ്പൊ 18 + 4 22, 22 - 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര വരും? 17 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റ്. അടുത്ത ചോദ്യം, ഹലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ത്? എന്ത് വരും? HIJK എത്ര കൂടി? 3 കൂടി. അടുത്ത EHI 5, 8 ആയി, 3 കൂടി. L 15 ആയി, അതായത് 12, 15 ആയി, അവിടെയും 3 കൂടി. അടുത്തതും 3 കൂടി. OR ആയി 15, 18 ആയി, അവിടെയും 3 കൂടി. അതായത് 3 വീതം കൂടി പോകുന്നു. W ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 23. 23 3 കൂട്ടിയാൽ 26. 26 എന്ന് പറയുന്നത് Z ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. Z ഇത് ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി തന്നെയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.